പുരുഷന്മാര് സ്ത്രീകളായിട്ട് ചമയുന്ന ഒരു ഉത്സവം കണ്ടിട്ടുണ്ടോ? ഇതാണ് കൊറ്റംകുളങ്ങര അമ്പലത്തിലെ പ്രശസ്തമായ ചമയവിളക്ക് മഹോത്സവം. ഇത് എവിടെയാണെന്ന് അറിയണ്ടേ? കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ചവറയിലെ ദേശീയപാതയ്ക്ക് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഭഗവതി ക്ഷേത്രമാണ് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം. ആദിപരാശക്തിയായിട്ടുള്ള വനദുർഗയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. മീനമാസത്തിലെ 10-11 ദിവസങ്ങളിലെ രാത്രിയിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവമായിട്ടുള്ള ചമയവിളക്ക് ഉത്സവം നടക്കുന്നത്. പണ്ടുകാലത്ത് ഈ ക്ഷേത്രം നിലനിരുന്ന ഭാഗം ഒരു വനത്തിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ കുറച്ച് കുട്ടികൾ അവിടെ എത്തിയ സമയത്ത് അവർക്കൊരു നാളികേരം വീണ് കിട്ടി അവിടുന്ന്. അങ്ങനെ ആ നാളികേരം എടുത്ത് അവരൊരു പാറക്കല്ലിൽ അടിച്ച് പൊട്ടിക്കാൻ നോക്കിയപ്പോൾ അതിനകത്തുനിന്ന് രക്തം കണ്ടു. അങ്ങനെ അതിൻ്റെ ആ ഒരു വിശ്വാസത്തിലാണ് ഇവിടെ ഒരു ദുർഗാക്ഷേത്രം രൂപം കൊണ്ടത് എന്നാണ് ഐതിഹ്യം പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം രൂപം കൊണ്ടത്. ഇതൊരു സാധാരണ ക്ഷേത്രമല്ലേ. ഇവിടെ നടക്കുന്ന ചമയവിളക്ക് എന്ന ആചാരം ലോകത്തിലെ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒന്നാണ്. അതായത് ആൺകുട്ടികളെ പെൺകുട്ടികളായിട്ടും ഭർത്താക്കന്മാരെ സ്ത്രീകളായിട്ടും വേഷം ധരിച്ചാണ് ഇവിടെ ചമയവിളക്ക് എടുപ്പിക്കാറ്. ഈ ആചാരം എന്തുകൊണ്ടാണ് ഇത്രയും പ്രത്യേകതയായിട്ടുള്ളതെന്നറിയോ? ദേവിയുടെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ളതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാർ സ്ത്രീകളായിട്ട് വേഷമണിഞ്ഞ് വന്ന് ചമയവിളക്ക് എടുത്താൽ നമ്മുടെ എന്താഗ്രഹവും സാധിക്കും, ദേവി നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശ്വാസം. ചമയവിളക്ക് വേറൊരു വിളക്ക് മാത്രമല്ല കേട്ടോ, ഒരുപാട് പേരുടെ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ പ്രതീകം കൂടിയാണ്. ഇവിടെ കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ ഒരുപാട് ആളുകളാണ് എത്താറുള്ളത്. ഈ 2 ദിവസവും നല്ല തിരക്കായിരിക്കും. സാരിയും പൂവും ഒക്കെ ധരിച്ച് നിൽക്കുന്ന ഇവരെ കണ്ടാൽ പറയുമോ പുരുഷന്മാർ സ്ത്രീവേഷമായിട്ട് വന്നതാണെന്ന്? അല്ല, ശരിക്കും മനോഹരമായിട്ട് തന്നെ അവർ ഒരുങ്ങി വരുന്നത്. എന്ത് സുന്ദരികളായിട്ടാ, എന്ത് ഭംഗി അവരെ കാണാൻ. സാരിയൊക്കെ ഉടുത്ത് പൂവൊക്കെ വെച്ച് നിറയെ വളയും മാലയൊക്കെ ഇട്ട് എത്ര സുന്ദരികളായിട്ട് അവർ ഒരുങ്ങി വരുന്നത്. എന്നിട്ട് ആ ചമയവിളക്കൊക്കെ എടുക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? ഇത് നേരിട്ട് കാണുമ്പോൾ അത് വല്ലാത്ത എക്സ്പീരിയൻസാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആരായാലും ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് കണ്ട് അനുഭവിച്ച് തന്നെ അറിയണം. അത്ര രസമായിട്ടാണ് ഇത് ഇവിടെ ചമയവിളക്ക് നടത്തപ്പെടുന്നത്. തന്നെയല്ല, അവർ എത്രത്തോളം ഒരു സ്ത്രീവേഷത്തിനെ എത്രത്തോളം പരിപൂർണമാക്കാവോ ആ രീതിയിലാണ് അവർ ഒരുങ്ങി വരുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സംശയം തോന്നും, യോ ഇത് സ്ത്രീയാണോ പുരുഷനാണോ, നമുക്ക് കൺഫ്യൂഷൻ ആവും ശരിക്കും അതിനിടയ്ക്ക് ചെല്ലുമ്പോഴത്തേക്കും. ഇതൊരു ഉത്സവം മാത്രമല്ല കേട്ടോ, ഇത് വലിയൊരു വിശ്വാസമോ അല്ലെങ്കിൽ വലിയൊരു അനുഭവമോ അല്ലെങ്കിൽ കുറേ പേരുടെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരിക്കണം ചിലപ്പോൾ ഇങ്ങനെ ഒരു വേഷമണിഞ്ഞിങ്ങനെ വന്ന് ചമയവിളക്ക് എടുക്കണം എന്നുള്ളത്. ഇവിടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്തു നിന്നും ഒരുപാട് പേര് ഇവിടെ വന്ന് ചമയവിളക്ക് എടുത്ത് പ്രാർത്ഥിച്ച് അവർക്ക് ആഗ്രഹസാധ്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ദേവിയെ എല്ലാവർക്കും നല്ല വിശ്വാസമാണ്. ഇവിടെ ഏകദേശം വൈകുന്നേരം തൊട്ടാണിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നല്ല തിരക്കാവും. വൈകുന്നേരം തൊട്ട് പുലർച്ചെ വരെ ഉണ്ടായിരിക്കും ഇത്. അപ്പം കാഴ്ചക്കാർ നല്ല കൂടുതലായിരിക്കും. ചമയവിളക്ക് എടുക്കാൻ വരുന്നവരെക്കാളും നല്ല കൂടുതലായിരിക്കും കാഴ്ചക്കാരായിട്ട് വരുന്നവർ. കാരണം അത്രത്തോളം വ്യത്യസ്തമാണിത് കാണാനും ഭംഗിയുമാണ് കണ്ടുകൊണ്ട് നിൽക്കാനും ഒക്കെ. ഇവിടെ പ്രായഭേദമന്യേ ഏതാണിനും ഇവിടെ എടുക്കാം. ജനിച്ച് കുഞ്ഞു മക്കൾ തൊട്ട് ഇവിടെ 6 മാസം കഴിഞ്ഞിട്ടുള്ള കുഞ്ഞു മക്കൾ തൊട്ട് ഇവിടെ വന്ന് ചമയവിളക്ക് എടുക്കാറുണ്ട് കേട്ടോ. 52 വർഷം, 50 വർഷം, 60 വർഷം അങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് വന്ന് കണ്ടിന്യൂസ് ആയിട്ട് വന്ന് ഇവിടെ ചമയവിളക്ക് എടുത്ത് അവരുടെ ആഗ്രഹം സാധിച്ചിട്ടുള്ളവരും ഉണ്ട്. ഈ ചമയവിളക്കിനോടനുബന്ധിച്ച് അമ്പലത്തിന് വെളിയിലായിട്ട് കുറേ എടുത്ത് ഇതേപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടാവും ഇതുപോലെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ചിലർ വീട്ടിൽ നിന്ന് തന്നെ റെഡിയായി വരുന്നവരുണ്ടാവും, ചിലർ പാർലറിലൊക്കെ പോയി അങ്ങനെ റെഡിയായിട്ട് വരുന്നവരുണ്ടാവും. ചിലർക്ക് നല്ല ഐഡിയകളുണ്ടാവും. കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരുങ്ങി വരുന്നവർക്ക് അവർക്ക് അത്രത്തോളം ഐഡിയകൾ വെറൈറ്റീസ് ഒക്കെ ഉണ്ടാവും. എന്നാലും ഈ ഒരു ചമയവിളക്കിന് വരുമ്പോഴത്തേക്ക് നമുക്ക് സാരിയിൽ, വളയിൽ, മാലയിൽ, ഹെയർ സ്റ്റൈലിൽ, മേക്കപ്പിൽ, പുതിയ ട്രഡീഷണൽ ലുക്കുകളിൽ അല്ലെങ്കിൽ മോഡേൺ ലുക്കുകളിൽ നമുക്ക് ഒരുപാട് വ്യത്യസ്തത നമുക്കിവിടെ വരുമ്പം കാണാൻ പറ്റും. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ തന്നെ നമുക്കതൊക്കെ കോപ്പി അടിക്കാനും പറ്റും. വേറെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കുതിരപ്പിടിയോ അല്ലെങ്കിൽ DJ അങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെയും അതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഈ ഒരുങ്ങി വരുന്ന ചമയവിളക്ക് എടുക്കാൻ വരുന്നവരെ കണ്ട് നമ്മൾ അത് അത്ഭുതത്തോടെ നോക്കി നിന്നു പോവും. നമ്മൾ മറ്റൊന്നും കാണാനായിട്ടുള്ള സമയം നമുക്കവിടെ കിട്ടാറില്ല. കാരണം അത്രത്തോളം ഓരോരുത്തരെ കാണുമ്പോഴോ ഇതാണോ ഭംഗി അതാണോ ഭംഗി നമ്മളങ്ങനെ നോക്കി പോവും. നമുക്ക് അത്രത്തോളം സന്തോഷമാണ് ഇത് കാണുമ്പോൾ. ഇത് രാവിലെ പുലർച്ചെ വരെ ഉണ്ടാകും, രാത്രിയിലൊക്കെ നല്ല തിരക്കായിരിക്കും. കൊറ്റംകുളങ്ങര അമ്പലത്തിലെ ചമയവിളക്ക് ഭക്തിയും കലയും സംസ്കാരവും ഒന്നിച്ചു ചേരുന്ന ഒരു അത്ഭുതം തന്നെയാണ്.
കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചമയവിളക്ക് ഒരിക്കൽ കണ്ടാൽ നിങ്ങൾക്കും മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും ഇത്. നിങ്ങളാരെങ്കിലും കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടോ? അവിടെ ചമയവിളക്ക് എടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്താ എക്സ്പീരിയൻസ് ആയിട്ടുള്ളത്? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.